ഓറഞ്ച് കൊണ്ട് ഇന്നേ വരെ ഇതുപോലൊരു ജ്യൂസ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ. അത്ര ടേസ്റ്റാണ്. ഈ സാധനം ഉണ്ടാക്കിയിട്ട് പെരയിൽ കുട്ടികൾ തല്ലായിരുന്നു കേട്ടോ. അവർക്കിട്ട് തികഞ്ഞിട്ടുമില്ല. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓറഞ്ചും അതുപോലെ തന്നെ നമുക്ക് പാൽപ്പൊടിയും വേണം. നല്ല ക്രീമി ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത്. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള ഓറഞ്ച് എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് നോക്കി എടുക്കുക കേട്ടോ നല്ലത്. ഒരുപാട് പുളിയുള്ള ഓറഞ്ച് എടുക്കണ്ട. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് അല്ലി ഒന്ന് ആക്കിയിട്ട് മിക്സീൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 1.5 ഓറഞ്ച് ഇടാം. ഇനിയിപ്പോൾ 2 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിലോട്ട് 10 രൂപൻ്റെ ഇതുപോലത്തെ ഒരു അമൂല്യൻ്റെ പാക്കറ്റ് പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഇതിന് പകരമായിട്ട് അല്ലെങ്കിൽ വേറെ ഏത് പാൽപ്പൊടി ആയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ 10 രൂപൻ്റെ പാക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പാൽപ്പൊടി കൂടി ഞാൻ ഇതിലോട്ട് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് ചെയ്യണേ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. നല്ല തണുപ്പോട് കൂടി കഴിക്കുമ്പോഴായിരിക്കും ഇതൊന്നുകൂടി ടേസ്റ്റ്. എന്തായാലും ഇപ്പോൾ ചൂടല്ലേ, അപ്പം നല്ല തണുപ്പിൽ കുടിക്കുമ്പോഴാണല്ലോ ജ്യൂസിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എന്തായാലും ഇതിലോട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു ഒരുപാട് അടിയാതെ ശ്രദ്ധിക്കണം. കുരു ഒരുപാട് അടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കുറച്ച് സമയം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് അതിൻ്റെ കുരു അടിഞ്ഞിട്ടുള്ള ഒരു കയ്പ്പ് വരും. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഞാൻ അതിലെ ചണ്ടിയൊക്കെ പിഴിഞ്ഞ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കുരു ഒന്നും അടിയാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം ക്രീമിയാണ് എന്നുള്ളത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ കുടിക്കണം. ഒരുപാട് സമയം റെസ്റ്റിന് വെക്കരുത് കേട്ടോ. ഫ്രഷായിട്ട് അപ്പം തന്നെ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു.